الحمد لله. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فكلي واشربي وقري عينا فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن نكلم اليوم إنسيا. ഏറെ പൊറുക്കുന്ന കാരുണ്യവാനായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പാരത്രിക ലോകത്തിൽ ജന്നാത്തുൽ ഫിർദൗസ് ലഭ്യമാകുന്ന, പടച്ചവൻ ഏറെ ഇഷ്ടപ്പെടുന്ന അവന്റെ അടിമകളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞാൻ വിവാഹിതയല്ല, ഞാനൊരു ദുർനടപ്പുകാരിയുമല്ല. നിനക്കൊരു കുഞ്ഞിനെ അള്ളാഹ് തരാൻ ഉദ്ദേശിക്കുന്നു എന്ന് ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വന്ന് മറിയം ബീവിയോട് പറഞ്ഞപ്പോൾ മറിയം ബീവിയുടെ പ്രതികരണമായി. ആ സമയത്ത് ജിബ്രീൽ കൊടുത്ത മറുപടി ഖുർആൻ വിശദീകരിക്കുന്നു. ഖാല കദാലിക, നീ പറഞ്ഞത് ശരിയാണ്, അങ്ങനെ തന്നെയാണ്. പക്ഷേ ഖാല റബ്ബുക്കി, നിന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഹുവ അലയ്യ ഹയ്യിൻ, അള്ളാഹ്ക്കത് എളുപ്പമാണ്. വിവാഹിതയല്ലാത്തൊരു പെണ്ണിന് കുഞ്ഞിനെ കൊടുക്കലും അള്ളാഹ്ക്ക് എളുപ്പമാണ്. വലിനജാലഹു ആയത്തൽ ലിന്നാസ്, ലോകത്തിനുള്ള ഒരു ദൃഷ്ടാന്തമായിട്ടാണ് നിന്റെ കുഞ്ഞിനെ അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. വറഹ്മത്തൻ മിന്ന, അള്ളാഹുവിൽ നിന്നുള്ള ഒരു കാരുണ്യവുമായി കൊണ്ടാണ്. വകാന അംറൻ മഖ്ദിയ, ഇത് നടപ്പിലാക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അതിൽ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അള്ളാഹ് നടപ്പിലാക്കാൻ തീരുമാനിച്ച കാര്യമാണ് എന്നായി. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മറിയം ബീവി ഗർഭിണിയാകുന്നു, ഒഴിഞ്ഞ പ്രദേശത്തേക്ക് താമസം മാറ്റുന്നു. പ്രസവ വേദനയുടെയും മാനസിക ദുഃഖത്തിന്റെയും പരീക്ഷണ ഘട്ടങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു. ഫഹമലതുഹു ഫന്തബദത് ബിഹി മകാനൻ ഖസിയ ഫഅജാഅ അൽമഖാമു ഇലാ ജിദ്ഇൻ നഖ്ല. ആ പ്രയാസത്തോടു കൂടി ഗർഭത്തിന്റെ വേദന കൊണ്ട് അവർ ഒരു ഈത്തപ്പന തടിയിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഖാലത്ത്, എന്നിട്ട് മറിയം ബീവി പറഞ്ഞു, യാ ലൈതനി, എന്റെ നാശമേ,
മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയ. ഇങ്ങനത്തെ ഒരവസ്ഥ എനിക്ക് ഉണ്ടായതിനു മുമ്പ് ഞാനങ്ങ് മരിച്ചു പോവുകയും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് മറിയം എന്നൊരു പെണ്ണിനെ വിസ്മരിക്കപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്നവർ മാനസിക ശാരീരിക വേദനകളെ കൊണ്ട് അള്ളാഹുവിനോട് ആവലാതി പറയുന്നുണ്ട്. പക്ഷേ അള്ളാഹ് ആശ്വസിപ്പിച്ചു. ഫനാദാഹ മിൻ തഹ്തിഹ, താഴ്ഭാഗത്തുനിന്ന് ഒരു ശബ്ദം, ഒരു വിളിച്ചു പറയൽ മറിയം ബീവിക്ക് കേട്ടു. അല്ലാ തഹ്സനി, നീ ദുഃഖിക്കേണ്ടതില്ല. ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ, നിനക്കിതാ കുടിക്കാനുള്ള ശുദ്ധമായ ഒരു അരുവി നിന്റെ താഴ്ഭാഗത്തു കൂടി അള്ളാഹ് ഒരുക്കിയിട്ടുണ്ട്. വഹുസ്സി ഇലൈകി ബിജിസ്ഇൻ നഖ്ല, നീ ഈത്തപ്പനത്തടിയെ പിടിച്ച് കുലുക്കിയേക്കുക. തുസാഖിത് അലൈകി റുതബൻ ജനിയ, കഴിക്കാൻ പാകമായ ഈത്തപ്പഴം നിനക്ക് അള്ളാഹു അതിന്റെ മുകളിൽ നിന്നും വീഴ്ത്തി തരുമെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആശ്വാസവാചകങ്ങളെ അരുളുകയുണ്ടായി. അടുത്ത പ്രതിസന്ധി പ്രസവത്തിന് ശേഷമാണ്. കൈക്കുഞ്ഞിനെയും പിടിച്ച് തന്റെ നാട്ടുകാരിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ശാരീരിക വേദന ഒരു പരിധിവരെ സഹിക്കാൻ കഴിയുന്നതാണെങ്കിലും ഇനി അതിനപ്പുറം മാനസികമായ പ്രതിസന്ധികളും നാട്ടുകാരിൽ നിന്നും തന്റെ ചാരിത്ര ശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്ന വല്ലാത്തൊരു നിമിഷം, തന്റെ ദീന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നിമിഷം കടന്നു വരാനുണ്ട്. അള്ളാഹു മറിയം ബീവിയോട് ആശ്വാസവാചകങ്ങൾ പിന്നെയും ഉരുവിടുകയുണ്ടായി. ഫകുലി വശ്റബി വഖർരി ഐന, നീ തിന്നോ കുടിച്ചോ, നീ പ്രസവിച്ച നിന്റെ കുഞ്ഞിനെ കണ്ടുകൊണ്ട് നിനക്ക് കൺകുളിർമയും ഉണ്ടായിക്കൊള്ളട്ടെ. ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദ, ഇനി നീ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ നിന്നെ കാണുമ്പോൾ, നിന്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ അവർ പലതും സംസാരിച്ചേക്കാം. പക്ഷേ നീ സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട്. നീ അവരോട് ആ നിലപാട് പറഞ്ഞേക്കുക. ഫഖൂലി, നീ അവരോട് പറയണം, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഞാൻ എന്റെ പരമകാരുണ്യകനായ അള്ളാഹുവിന്റെ നോമ്പാകുന്ന നേർച്ചയെ നേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിശബ്ദമാണ് ആ നോമ്പ്. ഫലൻ ഉക്കല്ലിമൽ യൗമ ഇൻസിയ, ആരോടും സംസാരിക്കില്ല, ആരോടും വർത്തമാനം പറയില്ല, നിശബ്ദയായി നിൽക്കും എന്നുള്ളതാണ് എന്റെ നോമ്പും എന്റെ നേർച്ചയുമെന്ന് നീ അവരോട് പറഞ്ഞേക്കുക എന്ന് മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന, ശാരീരികമായ വേദനകൾ അനുഭവിക്കുന്ന മറിയം ബീവിക്ക് ആശ്വാസമായി, പരിഹാരമായി, പ്രതിസന്ധികൾക്കുള്ള ഒരു ആവലാതികൾക്കുള്ള പരിഹാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ കടന്നു വന്ന ആയത്തുകളിൽ നിന്ന് പുരുഷന്മാർ എന്നുള്ള നിലക്ക് ഒരുപക്ഷെ ഇതിന്റെ പൂർണ്ണമായ ഒരു ബേജാറ്, പൂർണ്ണമായ ഒരു അവസ്ഥ നമുക്ക് ലഭ്യമല്ല എങ്കിലും ഒരു പെണ്ണിന്റെ മനോഗതിയോടുകൂടി ഇതിനെ വായിക്കുമ്പോഴും നോക്കിക്കാണുമ്പോഴും അത് വല്ലാത്ത ദുരന്തപൂർണമായ ചില സംഭവ വികാസങ്ങളിലൂടെയാണ് ഒരു പെണ്ണെന്ന നിലക്ക് മറിയം ബീവി കടന്നു പോകുന്നത്. എന്നാൽ ആ പ്രതിസന്ധികൾക്കെല്ലാമുള്ള ഒരു പരിഹാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആരാധനയെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സൗമെന്ന, നോമ്പെന്ന അത് പരിഹാരമാണ് എന്ന് വിശുദ്ധ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മറിയം ബീവിയുടെ സംഭവത്തിലൂടെ അവരെ മാത്രമല്ല നമുക്ക് കൂടി അള്ളാഹു നോമ്പ് പരിഹാരമാണ് എന്ന് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകം നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും മനുഷ്യന്റെ വികാര വിചാരങ്ങൾ തടഞ്ഞു നിർത്തുന്നിടത്താണ് അവന്റെ സ്വർഗവും അവന്റെ നരകവും എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കയറൂരി വിടാനില്ല, വികാര വിചാരങ്ങൾക്ക് കടിഞ്ഞാണിടണം എന്നാണ് അള്ളാഹു റസൂൽ പറഞ്ഞു തന്നിട്ടുള്ളത്. വികാരം മനുഷ്യനുണ്ടാവും, വിചാരങ്ങൾ മനുഷ്യനുണ്ടാകും. ശാരീരികമായ വ്യത്യസ്തമായ വൈകാരിക അവസ്ഥകളിലൂടെ മനുഷ്യൻ കടന്നു പോകും. അത് അനുവദിച്ചു തന്നിട്ടുണ്ട്. അതിനെ പിടിച്ചു വെക്കാനും പാടില്ല, അതെ അനുവദിക്കപ്പെടാത്ത മാർഗങ്ങളിലൂടെ ചെലവഴിക്കാനും പാടില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹ് ഒരു മനുഷ്യനുണ്ടാകുന്ന വൈകാരികാവസ്ഥകളെ അവിടെ അവന് പരിഹാരമായി പ്രവാചകൻ പഠിപ്പിച്ചു. യാ മഅ്ശറ ശബാബ് മനിസ്തത്വാഅ മിൻകുമുൽ ബാഅ, നിങ്ങൾക്ക് പ്രായമെത്തിയാൽ, ആവതെത്തിയാൽ നിങ്ങൾ വിവാഹം കഴിച്ചേക്കണം. ഫല്യതസവ്വജ്, നിങ്ങൾ വിവാഹം കഴിച്ചേക്കണം. അതെന്തിനാ? അഗദ്ദുലിൽ ബസർ, കാഴ്ചയാണ് നിങ്ങളുടെ ശാരീരിക വൈകാരിക അവസ്ഥകളെ ഉത്തേജിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിവാഹം കഴിച്ചാൽ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഒരു വേണ്ടാത്ത നോട്ടത്തെ പായിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അഗദ്ദുലിൽ ബസർ, നിങ്ങളുടെ കാഴ്ചകളെ നിങ്ങൾക്ക്
അതെ പിടിച്ചു വെക്കാൻ കഴിയും. മാത്രമല്ല വഹ്സനുൽ ഫർജ്, നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ ഹലാലായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ കാഴ്ചകൾ നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ കഴിയണം. ആ കാഴ്ചകൾ പിടിച്ചു വച്ചാൽ നിങ്ങളുടെ ജനനേന്ദ്രിയങ്ങളെ നിങ്ങൾക്ക് സൂക്ഷിക്കാനും കഴിയും. ഇതിനാണ് വിവാഹം. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, എല്ലാവർക്കും ഒരുപക്ഷെ അതിന് സാധ്യമായി കൊള്ളണമെന്നില്ല, അതിന് സാധിച്ചു കൊള്ളണമെന്നില്ല. സാമൂഹിക, സാമ്പത്തിക, ശാരീരിക അവസ്ഥകളെ പരിശോധിച്ച് സാമൂഹിക അവസ്ഥകളെ ഒരുപക്ഷെ അനുകൂലമായി വന്നു കൊള്ളണമെന്നില്ല. അവിടെ വിവാഹം സാധ്യമല്ലാത്ത ഒരാൾ നിർവഹിക്കേണ്ട ഒരു പരിഹാര മാർഗം റസൂലുള്ള പഠിപ്പിച്ചു. അതെ, വിവാഹത്തിന് സാധ്യമായില്ല എങ്കിൽ അവന്റെ മേൽ നോമ്പാണ് ബാധ്യതയുള്ളത്. കാരണം ആ നോമ്പുണ്ടല്ലോ, തന്റെ ശരീരത്തിലേക്കും തന്റെ മനസ്സിലേക്കും കടന്നു വരുന്ന അപകടങ്ങളെ തടഞ്ഞു നിർത്താൻ മാത്രം പവറുള്ള ഒരു പ്രതിരോധ ശേഷിയാണ് അത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. പലപ്പോഴും മനുഷ്യന്മാർ പരാജയപ്പെടുന്നിടത്ത് വിജയിപ്പിക്കാനുള്ള പരിഹാരമായി അള്ളാഹു റസൂൽ പഠിപ്പിച്ചു തന്ന ഇബാദത്തുകളിൽപ്പെട്ട ഒരു പരിഹാര മാർഗമാണ് സൗമ് അഥവാ നോമ്പ് എന്നാണ് ഈ ഹദീസിന്റെ വിശദീകരണം നമ്മെ റസൂലുള്ളാഹി പഠിപ്പിച്ചു തരുന്നത്. ഇനിയോ പ്രിയപ്പെട്ടവരെ, സ്വഭാവ രംഗത്ത് പലപ്പോഴും നമ്മൾ പരാജയപ്പെടാറുണ്ട്. ആ പരാജയപ്പെടുന്നിടത്തുള്ള പരിഹാരവും നോമ്പാണ് എന്നാണ്. എത്രയെത്ര മനുഷ്യന്മാരാ റസൂലുള്ളാഹിന്റെ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്, റുബ്ബ സ്വായിം ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജുഅ, വിശപ്പല്ലാതെ വേറൊന്നും നോമ്പുകാരനില്ലാത്ത എത്ര നോമ്പുകാരാണുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, മല്ലം യദഅ ഖൗല അസ്സൂറ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ, വേണ്ടാത്ത വർത്തമാനം പറയാതെ നോമ്പ് മാത്രം എടുക്കുന്ന, വിശപ്പ് മാത്രം സഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഓൽക്കൊരു കാര്യമില്ല എന്നാണ്. സൂറ് എന്ന് പറഞ്ഞാൽ സൂറിനെ ഒഴിവാക്കിയവനാണ് നോമ്പ് ഉപകാരപ്പെടുന്നു എന്നുള്ളിടത്ത് അസൂർ എന്നതിനെ വിശദീകരിക്കുന്നിടത്ത് ഒന്ന് കളവാണ്, ഒന്ന് വേണ്ടാത്തത് പറയലാണ് എന്ന സ്വഭാവമാണ്. എന്ന് പറഞ്ഞാൽ വേണ്ടാത്തത് പറയലും മറ്റുള്ളവരെ കുറിച്ച് ദൈവത്തും നമീമത്തും പറയലും കളവ് പറയലും സ്വഭാവത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സ്വഭാവം നന്നാക്കുക എന്നൊരു പരിഹാര മാർഗം കൂടി നോമ്പിലൂടെ ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിനക്ക് ദേഷ്യം വരുമ്പോൾ, നിന്നോട് ആളുകൾ അങ്ങോട്ട് തർക്കിക്കാൻ വന്നാലും, ഇങ്ങോട്ടെന്നല്ല, നിനക്ക് നേരെ ആളുകൾ വന്നാലും ഇന്നി സ്വായിമുൻ, ഞാനൊരു നോമ്പുകാരനാണ് കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ക്ഷമയെ കൈക്കൊണ്ട് ദേശത്തിനെ അതിജയിച്ച് ദേശത്തിനുള്ളൊരു പരിഹാരമായി ക്ഷമയെ സ്വീകരിക്കാൻ പരിശീലിപ്പിക്കുന്ന ഒരു ആരാധനാ കർമ്മമാണ് സൗമ്, നോമ്പ് എന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണ്. വയറ്റത്ത് കല്ല് വെച്ച് വിശപ്പിനെ സഹിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്നും നോമ്പിനെ സ്വീകരിച്ച് ആ വിശപ്പിനെ ക്ഷമിക്കാനുള്ള പരിശീലനമായി മാറിയ ഒരു ആരാധനയെയാണ് ഇസ്ലാം സ്വഹാബത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ദേശക്കാരനെ ക്ഷമ പരീക്ഷിക്കാനും കളവ് പറയുന്നവനും വേണ്ടാത്തരം പറയുന്നവനും ജീവിതത്തിലെ നല്ല സ്വഭാവമാക്കാനും അത് നോമ്പൊരു പരിഹാരമാണ് എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഈ സാമ്പത്തിക വിശുദ്ധിയിൽ വലിയൊരു പങ്ക് നമ്മുടെ നോമ്പ് നിർവഹിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഭക്ഷണം മുന്നിൽ വെച്ചുകൊണ്ട് അത് തിന്നരുതെന്ന് പടച്ചോൻ പറഞ്ഞതിന്റെ പേരിൽ ഉള്ള ഭക്ഷണം പോലും കഴിക്കാതെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അന്യന് അവകാശപ്പെട്ട സമ്പത്ത് അവരിൽ നിന്ന് എങ്ങനെ എടുക്കാൻ നമുക്ക് കഴിയും? നമ്മുടെ മുമ്പിൽ നമ്മൾ സമ്പാദിച്ച് ഹലാലായ ഭക്ഷണം മുന്നിൽ ഉണ്ടായിട്ടും അത് അള്ളാഹ് പറഞ്ഞതിന്റെ പേരിൽ, നോമ്പിന്റെ പേരിൽ മാറ്റിവെച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹലാൽ അല്ലാത്തൊരു ഭക്ഷണം, മറ്റുള്ളവന്റെ അവകാശമാകുന്ന സമ്പത്ത്, അതിനെ അപഹരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. നോമ്പ് യഥാർത്ഥത്തിൽ എടുക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കളവ് പറഞ്ഞ് സമ്പത്ത് നേടാൻ കഴിയില്ല, മറ്റുള്ളവന്റെ അപഹരിക്കാൻ നമ്മെ കൊണ്ട് പറ്റില്ല. അങ്ങനെയും സാമ്പത്തിക വിശുദ്ധിയുടെ വിഷയത്തിലും നോമ്പ് പരിഹാരമാണ് എന്നാണ് ഇമാം അബൂ ഹനീഫ റഹ്മഹുള്ളയെ കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മദ്ഹബി പണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ പ്രഗത്ഭനായ ഇമാം അബൂ ഹനീഫ ലോകം അറിയപ്പെട്ട പണ്ഡിതൻ മാത്രമല്ല, ലോകത്തറിയപ്പെട്ട ഒരു കച്ചവടക്കാരൻ കൂടിയായിരുന്നു എന്നാണ്. പകല് നോമ്പെടുക്കുകയും രാത്രി നിന്ന് നമസ്കരിക്കുകയും ചെയ്യുന്ന കച്ചവടക്കാരനായ അബൂ ഹനീഫയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക വിശുദ്ധിക്കും ആ സാമ്പത്തിക വിശുദ്ധിയിൽ നിന്നും തന്റെ ജീവിത വിശുദ്ധിയിൽ നിന്നും ഉണ്ടായ പാണ്ഡിത്യത്തിനും നോമ്പ് വല്ലാത്തൊരു പരിഹാരമായിരുന്നു.
അദ്ദേഹത്തിന്റെ ജീവിതത്തിലെന്ന് ജീവിത ചരിത്രം വായിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന നോമ്പ് ഒരുപാട് പരിഹാരങ്ങളാണ്. മാത്രമല്ല, മനസ്സാക്ഷി കുത്തായി എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ അലട്ടുന്ന വിഷയമുണ്ടോ, അത് പാപമാണ്, തിന്മയാണ്. ആ തിന്മക്കുള്ള പരിഹാരമായിട്ട് കൂടി റസൂലുള്ള പറഞ്ഞത്, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നിങ്ങൾ അലട്ടുന്ന, നിങ്ങളുടെ മനസ്സിനെ കുത്തിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾക്ക് വല്ലാത്ത വിഷമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്നലകളിലെ നിങ്ങളുടെ പാപങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണ് നോമ്പ് നിങ്ങൾ എടുക്കുന്നത്. ഈമാനും പ്രതിഫലം ആഗ്രഹിച്ചിട്ടുമാണ് എങ്കിൽ ആ നിങ്ങൾക്ക് മനസ്സാക്ഷി കുത്തുണ്ടാക്കുന്ന പാപങ്ങളെ അള്ളാഹു പുറത്തു തരുമെന്നാണ് വിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ നോമ്പിനെ നെഞ്ചിലേറ്റിയവരെ കുറിച്ചാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്, ഇന്ന ഫിൽ ജന്നത്തി ബാബൻ. സ്വർഗത്തിൽ നിരവധി ബാബുകളുടെ കൂട്ടത്തിലെ, കവാടങ്ങളുടെ കൂട്ടത്തിലെ ഒരു പ്രത്യേക ബാബുണ്ട്. യുഖാലു ലഹു അർ-റയ്യാൻ. ആ കവാടത്തിന്റെ പേര് റയ്യാൻ എന്നാണ്. യദ്ഖുലു മിൻഹു സ്വായിമൂന യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ സ്വർഗത്തിലേക്ക് ആ റയ്യാൻ കവാടത്തിലൂടെ കടന്നു പോകുന്നത് നോമ്പുകാർ മാത്രമാണ്. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറഹും. ഒരാൾ, നോമ്പുകാരല്ലാത്ത ഒരാളും ആ കവാടത്തിലൂടെ കടന്നു പോകില്ല. യുഖാൽ, അവിടെ നിന്ന് പരലോകത്ത് ആ റയ്യാൻ കവാടത്തിൽ നിന്ന് വിളിക്കപ്പെടും, ഐന സ്വായിമൂൻ. നോമ്പുകാരെവിടെ? ഈ കവാടത്തിലൂടെ കടന്നു പോകാൻ അവകാശം കിട്ടിയ നോമ്പുകാരെവിടെ എന്ന് അവിടെ നിന്ന് വിളിച്ചു പറയുമെന്ന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വലിയൊരു മാസം, പുണ്യമാക്കപ്പെട്ട ഒരു മാസത്തിലേക്ക് ഇനിയുള്ള വെള്ളിയാഴ്ചയുടെ അടുത്ത വെള്ളിയാഴ്ച കൂടി കഴിഞ്ഞാൽ, രണ്ടാമത്തെ വെള്ളിയാഴ്ച ഈ പള്ളി നിറഞ്ഞ് കവിഞ്ഞ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ ഇതിന്റെ ഉള്ളിൽ മുഴുവൻ നിറഞ്ഞ് നേരത്തെ പള്ളിയിൽ വരുന്ന ഒരു മാസത്തിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കാനുള്ളത്. ആ മാസത്തിന്റെ പ്രത്യേകത നോമ്പുണ്ട് എന്നുള്ളതാണ്. നോമ്പ് പരിഹാരമാണ് എങ്കിൽ അങ്ങനത്തെ ഒരു 30 നോമ്പ് നമ്മുടെ മുമ്പിൽ, അതെ, ഒരു വലിയ ശേഖരണമായി നമ്മുടെ മുമ്പിൽ കിട്ടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒന്ന് ആ നോമ്പിന്റെ മാസത്തിൽ എന്നെയും അല്ലാഹ് ജീവിപ്പിക്കണേ എന്നൊരു പ്രാർത്ഥന നമ്മിൽ നിന്ന് ഉയരാൻ ഇനിയും വൈകിക്കൂടാ എന്നാണ് ഒന്നാമത്തെ മുന്നൊരുക്കം. കഴിഞ്ഞ റമളാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അന്ന് റമളാനിലെ ഓർമ്മകളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ചില ആളുകളൊക്കെ ചിലപ്പോ നമ്മളെ മഹല്ലിൽ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലും മറ്റുമൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അവരിന്നില്ല എങ്കിൽ അള്ളാഹ് നമുക്ക് കുറച്ചുകൂടി ആയുസ്, എന്ന് വെച്ചാൽ അടുത്ത റമളാൻ വരെ നമുക്ക് കിട്ടുമോ, ഇനിയുള്ള ഒരാഴ്ച കഴിഞ്ഞ് നമ്മളിലേക്ക് വരാനുള്ള റമളാനിൽ നമുക്കുണ്ടോ എന്നറിയില്ല. കാരണം ഇത് അള്ളാന്റെ അടുക്കലുള്ള രേഖയിലാണ് നമ്മുടെ ആയുസിന്റെ അവധിയുടെ തീയതിയും സമയവും നിർണയിക്കപ്പെട്ടിട്ടുള്ളത്. പറയുന്ന ഞാൻ ഈ മിമ്പറിൽ ഇപ്പോഴും ഇന്ന് ഖുത്ബ ഉണ്ടാക്കുമ്പോൾ റമളാനിലേക്ക് കടന്നു വരേണ്ട ഖുത്ബകളുടെ ഒരു ഓർഡർ പോലും എന്റെ മനസ്സിൽ ഇന്ന് രാവിലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഓർഡറിലുള്ള ഖുത്ബ പറയാൻ അള്ളാഹ് എനിക്ക് അവസരം തീരുമാനിച്ചിട്ടുണ്ടോ എന്നെനിക്ക് പറയാൻ കഴിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അത് കേൾക്കാനും ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടാനും റമളാനിന്റെ ദിനരാത്രങ്ങളിൽ സജീവമാക്കാനും നമുക്കാവതുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏത് രൂപത്തിലാണ് അള്ളാഹ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് അറിയില്ല. അതുകൊണ്ട് റമളാനിലേക്കൊന്ന് ചേർത്ത് തരണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. രണ്ടാമത്തേത് പ്രിയപ്പെട്ടവരെ, ഇസ്തിഅദാദു ബിത്വഹാറത്തിൽ ഖൽബ്. വലിയൊരു സമ്പത്തിലേക്ക് നമ്മുടെ കൈകളിലേക്ക് വരാനിരിക്കുമ്പോൾ മനസ്സിനെ ശുദ്ധീകരിക്കാൻ, ബന്ധങ്ങളെ ശുദ്ധീകരിക്കാൻ, ഇണക്കങ്ങളാക്കി പിണക്കങ്ങളെ മാറ്റാൻ, പിണക്കങ്ങൾ അയൽവാസിയോടും ഭാര്യയോടും ഭർത്താവിനോടും കുടുംബക്കാരോടും കൂട്ടുകാരോടും മിണ്ടാതെ നടക്കുന്നവരും മനസ്സിൽ എന്തൊക്കെയോ ദേഷ്യവും വാശിയുമായി നടക്കുന്നവരുമുണ്ടെങ്കിൽ ആ കൽബിനെ ഒന്ന് ശുദ്ധീകരിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത് പ്രിയപ്പെട്ടവരെ. 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ നോട്ട് വീട്ടാനുള്ള നോമ്പുകൾ ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾക്കാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ കൂടുതൽ പ്രാതിനിധ്യമുള്ള സ്ത്രീകൾക്ക് ഒരുപക്ഷെ ആ കൂട്ടത്തിൽ കൂടുതൽ ഉണ്ടാവാം. അവരുടെ കഴിഞ്ഞ റമളാനിൽ അവർ ഹയറുള്ളവരും നിഫാസുള്ളവരുമാണ് എങ്കിൽ അത് നോറ്റ് വീട്ടിയേ പറ്റൂ. ഗർഭിണിയും മുലയൂട്ടിയവരും ഉണ്ട് എങ്കിൽ അത് നോറ്റ് വീട്ടിയേ പറ്റൂ. രോഗിയും യാത്രക്കാരുകളും ആയതുകൊണ്ടും യാത്രക്കാരും രോഗികളും ആയതുകൊണ്ട് ഇന്ന് നമുക്ക് അന്നത്തെ നോമ്പ് പോയിട്ടുണ്ടെങ്കിൽ അത് നോറ്റ് വീട്ടണം പ്രിയപ്പെട്ടവരെ. നോറ്റ് വീട്ടേണ്ടവരാരായില്ലാത്തവരെ, വാർദ്ധക്യം കൊണ്ട് ഇനി നോറ്റ് വീട്ടാൻ കഴിയില്ല എന്നുറപ്പുള്ളവർ മാത്രമാണ് ഫിദിയ കൊടുക്കേണ്ടവർ. നിത്യരോഗിയാണ്, ഇനി നോറ്റ് വീട്ടാൻ കഴിയില്ല എന്നുള്ളവരാണ് അത് നോമ്പ് ഇനി ഫിദിയ കൊടുക്കേണ്ടത്. മാത്രമല്ല പ്രിയപ്പെട്ടവർ, നമ്മളിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ ചില ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തുനിന്ന് പോയപ്പോ നമ്മുടെ വേണ്ടപ്പെട്ടവർ
കടമായി നോമ്പിനെ ബാക്കി വെച്ചിട്ടാ പോയിട്ടുള്ളതെങ്കിൽ വേണ്ടപ്പെട്ടവർ നമ്മളാണ്. അവർക്ക് ആ കടം വീട്ടാൻ ബാധ്യതപ്പെട്ടതും നമ്മളാണ്. വീട്ടേണ്ട കടങ്ങളെ ഇനിയും വൈകിക്കൂടാ. വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, റമളാനിലെ തിരക്കുകൾ കുറക്കാനുള്ള പ്ലാനിങ്ങുകൾ നടക്കേണ്ടവരാണ്. നമ്മൾ പറയുന്നത് പോലെ നായി പായണ പോലെ പായേണ്ട ഒരു മാസമല്ല റമളാൻ. അള്ളാന്റെ റസൂല് നമുക്കൊന്ന് ഒതുക്കമുണ്ടാകാൻ, അടക്കമുണ്ടാകാൻ, കുറച്ച് ഖുർആനിലേക്ക് അടുക്കാൻ, ദീനിലേക്ക് അടുക്കാൻ, അള്ളാഹ്ക്കേറെ ഇഷ്ടമുള്ള പള്ളിയിലേക്ക് സാധാരണത്തേതിനേക്കാൾ കൂടുതൽ അടുക്കാൻ പറഞ്ഞ ഒരു മാസമാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ക്രമീകരിച്ചിരിക്കേണ്ട ആളുകളാണ് നമ്മൾ. സ്വതക്കക്ക് നീയത്ത് ചെയ്യേണ്ടവരാണ് നമ്മൾ. സ്വതക്കക്ക് ഇപ്പോൾ തന്നെ നീയത്ത് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ആളുകളാണ്. ഒന്നുമില്ലല്ലോ എന്ന് വിചാരിക്കുന്നവർക്കുള്ള പരിഹാരമായാണ് അള്ളാഹ് റസൂലിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുള്ളത്. അടുപ്പ് പുകയാത്ത പ്രവാചകൻ റമളാൻ മാസത്തിൽ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെയാണ് സ്വതക്കകളുടെ വിഷയത്തിൽ എന്ന് പറയുമ്പോൾ, അടുപ്പ് പോലും പുകയാത്ത പ്രവാചകൻ എങ്ങനെയാണ് റമളാനിൽ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ സ്വതക്കന്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നെന്ന് പഠിക്കുന്നിടത്താണ് മനസ്സിനാണ് പ്രാമുഖ്യം, മനസ്സിന്റെ നീയത്തിനാണ് പ്രധാനം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. പള്ളികൾക്ക് വേണ്ടി ചിലവഴിക്കാൻ, നമ്മുടെ പള്ളിയൊന്ന് പെയിന്റിംഗ് അടിക്കാൻ ആരെങ്കിലും നീയത്ത് വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയാണ് പ്രിയപ്പെട്ടവരെ, ഒരു നാടിന്റെ വിളക്കുമാടമായി നിൽക്കുന്ന ഒരു പള്ളിക്കൊരു മുഞ്ച് വരുന്നത്, അതിന്റെ ഒരു ആവേശവും ബാക്കിയുള്ള മനുഷ്യ മനസ്സുകൾക്ക് ഈമാനിൽ കൂടാൻ ഒരു അവസരവുമാണ് എങ്കിൽ അത് മതിയല്ലോ പ്രിയപ്പെട്ടവരെ. നമുക്ക് ഖബറിൽ അതെ ഒരു മാസത്തെ റമളാൻ കഴിയുമ്പോൾ ആ ഒരു മാസം ഇബാദത്തുകളാൽ നിബിഡമാകുന്ന പള്ളിന്റെ കരണ്ട് ബില്ല് ഞാൻ അങ്ങ് ഏറ്റെടുത്തു കൊള്ളാം എന്ന് ഇന്നെന്നെ നീയത്ത് വച്ച് അത് പറയേണ്ടവരോട് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നീയത്ത് വച്ചത് മുതലുള്ള പ്രതിഫലവും ഇബാദത്തുകൾ കൊണ്ട് നിരതമായ ഒരു മാസത്തിന്റെ മുഴുവൻ ഇബാദത്തുകളുടെ പ്രതിഫലവും നമുക്ക് കിട്ടുമെങ്കിൽ നമ്മൾ എന്തിനാ അതിനെ കളയുന്നത്? അതേ ഒരു മാസം തറാവീഹ് ഇമാമിനെയോ ഖുർആൻ സുന്ദരമായി ഓതുന്ന അത് കേൾക്കുന്ന നൂറുകണക്കിന് മനുഷ്യന്മാർ തന്നെ അവർക്ക് ആവേശം കൊള്ളിക്കുന്ന ഒരു തറാവീഹ് 30 ദിവസം നടക്കുന്നുണ്ടെങ്കിൽ ആ ഇമാമിനെ ഞാൻ ഏറ്റെടുത്തു കൊള്ളാം, ഒരു മാസത്തേത് എന്താണെങ്കിൽ ഞാൻ അങ്ങ് കൊടുത്തുകൊള്ളാം എന്ന് നെയ്യത്താക്കുന്നുവെങ്കിൽ വെറുതെയാവില്ലല്ലോ പ്രിയപ്പെട്ടവരെ. നോമ്പ് തുറകളും റമളാൻ കിറ്റുകളും അതുപോലെ തന്നെ സ്വതക്കകളും കൊണ്ട് ഈ മാസത്തെ അത് വല്ലാത്ത സജീവമാക്കാൻ നമ്മുടെ മനസ്സിൽ നീയത്ത് നിരാശയല്ല, എനിക്കൊന്നുമില്ലല്ലോ, ഞാൻ എപ്പോഴും കടത്ത് തന്നെയല്ലേ എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, പടച്ചോ വിചാരിച്ച പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കടം തീർക്കാൻ, നമ്മുടെ സാമ്പത്തിക ദാരിദ്ര്യം നീക്കാൻ അള്ളാഹ്ക്ക് എന്താ പണി? പക്ഷേ വിശ്വാസമാണ് പ്രധാനം. വിശ്വാസം വെച്ച് നീയത്തും വെച്ച് അങ്ങ് ഓടി അള്ളാഹുവിൽ നിരാശയില്ലാതെ ജീവിക്കുന്നവർക്കാണ് അത് കഴിയുക. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, കഴിവുള്ളവർ ഒരു ഉംറ പ്ലാൻ ചെയ്യട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹജ്ജത്തുൻ, എന്റെ കൂടെ റമളാൻ മാസത്തിൽ ആരെങ്കിലും ഉംറ നിർവഹിച്ചാൽ അവൻ എന്റെ കൂടെ ഹജ്ജത്തുൻ ഔ ഹജ്ജത്തു മഈ, ഒരു ഹജ്ജ് നിർവഹിച്ചവനെ പോലെ, അല്ലെങ്കിൽ എന്റെ കൂടെ ഹജ്ജ് നിർവഹിച്ചതിന്റെ പ്രതിഫലം ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ അതൊന്ന് ഹറമിന്റെ ചാരത്ത് നിന്ന് അതെ അവിടെ ഉംറ ചെയ്ത് നോമ്പെടുക്കുക എന്നുള്ളതാവട്ടെ നമ്മുടെ നീയത്തുകൾ. കാരണം അതിന് കൂടുതൽ പ്രതിഫലമുണ്ട്. ഇപ്പൊ ക്യാഷ് ഉണ്ട്, ഇപ്പൊ ആവതുണ്ട്, ഇനിയും അത് സാധിച്ചില്ലെങ്കിൽ അടുത്ത റമളാനിൽ ഒരു ഉംറ ആഗ്രഹിച്ചിട്ട് ഒരു പക്ഷേ അള്ളാഹ് ആയുസ് തന്നിട്ടില്ലെങ്കിലോ. അതുകൊണ്ട് റമളാനിലെ ഉംറക്ക് പ്രത്യേകം കൂലിയുണ്ട് എന്ന് നമ്മൾ അറിയുക. ഇങ്ങനെ നോമ്പ് എന്നുള്ളത് പരിഹാരമാണെന്നും ആ പരിഹാരങ്ങളുടെ 30 നോമ്പുകളെയാണ് ഒരു മാസത്തിലേക്ക് നമുക്ക് കിട്ടുന്നതെന്നും അതിനനുസരിച്ച് മുന്നൊരുക്കങ്ങൾ നടത്താനും നമുക്ക് തയ്യാറാകാൻ കഴിയണം. മാനസികമായ തയ്യാറെടുപ്പാണ് ആദ്യത്തെ തയ്യാറെടുപ്പെന്ന് മനസ്സുകൊണ്ട് അറിഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. റമളാനിൽ ജീവിക്കാനും റമളാനിനെ ഉപയോഗപ്പെടുത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വ ഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖൂ ഇബാദല്ലാഹ്. റബ്ബിനെ സൂക്ഷിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചകന്റെ അരുമ ശിഷ്യൻ ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു
നബിനോട് ചോദിച്ചു, നബിയെ, ലം അറക തസൂമു ഷഹറൻ മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. ഷഅബാനിനേക്കാൾ ഏറ്റവും കൂടുതൽ നോമ്പെടുക്കുന്ന ഒരു മാസത്തിലും ഞങ്ങളെ കണ്ടിട്ടില്ല. ഷഅബാനിൽ നിങ്ങൾ കൂടുതൽ നോമ്പെടുക്കണേ ഞാൻ അങ്ങനെ കാണുന്നുണ്ട്. എന്താ നബിയെ അതിന്റെ കാരണം എന്നായിരുന്നു. റമളാൻ കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നോമ്പ്, റമളാൻ മുഴുവൻ നോമ്പാണ്. എന്നാൽ എല്ലാ ദിവസവും നോമ്പെടുക്കാൻ ബാക്കിയുള്ള മാസങ്ങളിൽ പാടില്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ റമളാനിൽ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നോമ്പെടുത്തിരുന്ന മാസം ഷഅബാനാണ്. ഇത് കണ്ടപ്പോഴാണ് ഉസാമ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബി എന്താ അങ്ങനെയെന്ന്. നബി പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദാലിക ശഹ്റുൻ യഗ്ഫലു അന്നാസു അൻഹു, ജനങ്ങൾ അശ്രദ്ധമാകുന്ന ഒരു മാസമാണ് ഷഅബാൻ. കാരണം ഇതിന്റെ മുന്നുള്ള മാസം റജബാണ്, പുണ്യമാക്കപ്പെട്ട ഹുർമത്തുള്ള മാസമാണ്. ഇനി ഷഅബാൻ കഴിഞ്ഞ റമളാൻ വരാണ്. ഈ 2 മാസത്തിന്റെയും ഇടയിലാകുമ്പോൾ ആൾക്കാർ ചെറിയ രൂപത്തിൽ ആരാധനകൾക്ക് പോലും ശ്രദ്ധ കൊടുക്കുക. കാരണം റമളാൻ വരാണ്ടല്ലോ എന്നതാണ് പലപ്പോഴും മനസ്സിൽ. ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് റമളാനിൽ ഒന്നിന് നന്നായി റമളാനിൽ ശരിയാക്കാനോ എന്നുള്ളത്. അതുകൊണ്ട് ഷഅബാൻ എല്ലാവരും അശ്രദ്ധമാകുന്ന മാസമാണ്. ഈ അശ്രദ്ധമാകുന്ന സമയങ്ങളിലും മാസങ്ങളിലും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കൂലി കൂടുതലുണ്ട്. രാത്രി നിസ്കാരം അതിൽപ്പെട്ടതാണ്. എല്ലാവരും നിസ്കരിക്കൂല, പക്ഷെ നിസ്കരിക്കുന്നവർക്ക് ഭയങ്കര കൂലി. കാരണം കൂടുതൽ ആളുകളും ആ പണി ചെയ്യാറില്ല. അതുകൊണ്ടാണ് അതിന് കൂടുതൽ കൂലി. എന്നതുപോലെ ഷഅബാൻ എന്താണ്, എല്ലാവരും അശ്രദ്ധയിലാകുന്ന മാസമാണ്. അവിടെ ഞാൻ അത് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ നോമ്പ് ചെയ്യുന്നത്, എടുക്കുന്നത്. ഒന്ന്, റസൂൽ അതാണ് പറഞ്ഞത്. രണ്ടാമത്തേത്, വഹുവ ഷഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാൽ ഇലാ റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവിലേക്ക് വാർഷിക റിപ്പോർട്ട്, അമലുകളുടെ വാർഷിക റിപ്പോർട്ട് കയറി പോകുന്നത് ഈ മാസത്തിലാണ്. അതുകൊണ്ട് എന്റെ അമൽ അള്ളാഹിലേക്ക് ഉയരുമ്പോൾ ഞാൻ നോമ്പുകാരനാകണം എന്ന് ആഗ്രഹിക്കുന്നു എന്നാണ്. ഒന്ന്, അശ്രദ്ധയിലാകുന്ന മാസം എന്നുള്ള നിലക്കാണ് റസൂൽ കൂടുതൽ. രണ്ടാമത്തേത്, ഈ മാസത്തിലാണ് വാർഷിക റിപ്പോർട്ട് കയറുന്നത്. ദിവസം റിപ്പോർട്ട് കയറുന്നുണ്ട്, ആഴ്ചയിൽ കയറുന്നുണ്ട്, അതേപോലെ തന്നെ വാർഷികമായും അത് ഈ ഷഅബാൻ മാസത്തിലാണ്. അതുകൊണ്ട് ഞാൻ നോമ്പെടുക്കുന്നു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരുപാട് പാഠങ്ങളുള്ള ഒരു ഹദീസാണ് ഇത്, പ്രിയപ്പെട്ടവരെ. അതേ സമയത്ത് നമ്മുടെ നാടുകളിൽ ഷഅബാൻ വന്ന കുറച്ച് വേണ്ടാത്തരങ്ങളും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ടാവാറുണ്ട്. തെറ്റുദ്ധാരണ കൊണ്ട് ഉണ്ടായി വരുന്ന ഒന്നാണ് ഷഅബാൻ 15 നോമ്പ്, ബറാഅത്ത് നോമ്പ്. നമ്മുടെ നാട്ടുകാർ എടുക്കാറുണ്ട്, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, ഷഅബാനിൽ കൂടുതൽ നോമ്പുണ്ട്. ആ നിലക്ക് ഷഅബാൻ 15 നോമ്പെടുത്ത് പോലും പ്രശ്നമല്ല. കാരണം നിയ്യത്തിൽ പ്രശ്നമല്ല. കാരണം റസൂൽ കൂടുതൽ നോമ്പെടുത്തുകൊണ്ട് ഞാനും എടുക്കുന്നു, അതിൽ ഷഅബാൻ 15 പോയി. രണ്ടാമത്തെ, ഇനി തിങ്കളോ വ്യാഴോ വന്നിട്ടാണ് ഷഅബാൻ 15, തിങ്കളിന്റെ വ്യാഴത്തിന്റെ നോമ്പ് സുന്നത്ത് നോമ്പെടുക്കുന്നവരുണ്ടെങ്കിൽ അതും അങ്ങനെ പോയി. ഇനി അയ്യാമുൽ ബീദ്, മാസത്തിൽ 3 ദിവസം നോമ്പെടുക്കാണ്ട്, അതിൽ 15, ഒരു മാസത്തിൽ 15 ഉണ്ട് അയ്യാമുൽ ബീദ്. ആ നിലക്ക് ഷഅബാൻ 15 വരികയാണെങ്കിൽ അതും പ്രശ്നമല്ല. എന്നാൽ ഇതൊന്നുമല്ല, ഷഅബാൻ 15 എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, അതിനൊരു പ്രത്യേക നോമ്പുണ്ട് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ആരെങ്കിലും നോമ്പെടുത്താൽ അത് പ്രതിസന്ധിയാകും. പ്രമാണങ്ങളിൽ സ്വഹീഹായി നമുക്ക് നോമ്പെടുക്കാൻ മാത്രത്തിലുള്ള തെളിവ് ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല എന്നതാണ് അതിന്റെ കാരണം. പിന്നെ അന്നത്തെ ദിവസം രാവിലെ ഒരു സ്വലാത്തുൽ അൽഫി 100 റക്അത്ത് നിസ്കരിച്ച് ഓരോ റക്അത്തിലും 10 ഫാത്തിഹയൊക്കെ ചൊല്ലി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും എന്തല്ല, നമ്മുടെ നാടുകളിൽ ചിലയിടത്തൊക്കെ നടക്കാറുണ്ട്, ഇല്ല എന്നുള്ള. അതേപോലെ തന്നെ ഷഅബാന്റെ രാവിലെ ഒരു നിശ്ചിത യാസീൻ ഓതുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ പള്ളികളൊക്കെ നടക്കുന്നുണ്ടാവും. അതൊക്കെ എന്താണ്, യാസീൻ ഓതുന്നതിന് പ്രശ്നമൊന്നുമില്ല, കാരണം യാസീൻ ഖുർആനാണ്, നമുക്ക് കൂലി കിട്ടും. പക്ഷേ ഷഅബാൻ 15 രാവിലെ ഒരു നിശ്ചിത എണ്ണം ചൊല്ലുമ്പോൾ അതിന് പ്രത്യേകത ഉണ്ട് എന്ന് വിചാരിക്കുന്നിടത്തില്ലായിരുന്നു പ്രശ്നവും പ്രതിസന്ധിയും വരും. അത് ബിദ്അത്ത് വരെ ആയിത്തീരും, നരകത്തിന് വരെ കാരണവുമാകും. അതുകൊണ്ട് ഷഅബാൻ വല്ലാതെ പുണ്യമുള്ള മാസമാണ്. റസൂലുള്ളാഹി കൂടുതൽ ആരാധനകൾ നിർവഹിച്ച മാസമാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. റമളാന്റെ തൊട്ട് മുമ്പുള്ള മാസമാണ്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഈ മാസത്തെ നമ്മൾ സമീപിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, വന്നുപോയ അബദ്ധങ്ങളെ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. പാരത്രിക ലോകത്ത് റമളാൻ കൊണ്ട് രക്ഷപ്പെടുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. അള്ളാഹ്, ആ കൂട്ടത്തിൽ നീ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ റഹ്മാനെ. ഷഅബാൻ ഞങ്ങളെ കഴിഞ്ഞ റമളാനിലെ പ്രവർത്തനങ്ങൾ കൂടി വാർഷിക റിപ്പോർട്ടായി നിന്നിലേക്ക് ഉയർന്നു വരുന്ന മാസമാണ് അള്ളാഹ് ഇത്. ഞങ്ങളുടെ റമളാനിനെയും അതിന് ശേഷമുള്ള ഞങ്ങളുടെ മാസങ്ങളിലെയും ഒക്കെ തിന്മകളെ മായ്ച്ചു കളഞ്ഞ് നന്മകളെ പൂർണ്ണാവസ്ഥയിൽ നീ ഞങ്ങളിൽ നിന്ന് ഉയർത്തി നീ സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹ്, ഒരുപാട് സ്വതക്കകളും ഒരുപാട് നന്മകളും
നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാടിന്റെ വിളക്കുമാടമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ മഹല്ലും ഈ പള്ളിയെയും ഇതിനെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവേ, അവർക്കൊക്കെ നീ അവരുടെ സമ്പത്തിൽ ബർക്കത്ത് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഓരോ അസറ്റുകളും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചിലവിലേക്കും ഞങ്ങളും ഞങ്ങളോടൊപ്പം ഉള്ളവരും ഇതിൽ പങ്കാളികളാകുന്നു റഹ്മാനെ. നീ ഞങ്ങൾക്കത് വർദ്ധിപ്പിക്കാനും നീ ഞങ്ങളുടെ സമ്പത്തിൽ ബർക്കത്തും ധാരാളമായി തരണമേ റഹ്മാനെ. അള്ളാഹ്, ഇതിനോടനുബന്ധിച്ച സ്ഥലങ്ങളും അത് ഒരുക്കാനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഈ അടുത്ത സമീപ ദിവസങ്ങളിൽ ഒരുപാട് സാമ്പത്തികം ചിലവാക്കിയ ആളുകൾ ഞങ്ങളെ കൂട്ടത്തിലും വിദേശത്തുമായി ഉണ്ട് റഹ്മാനെ. അവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീക്കി അവരുടെ മക്കളിലും സമ്പത്തിലും കുടുംബത്തിലും ഒക്കെ നീ ബർക്കത്ത് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. اللهم صل على محمد. أقم الصلاة.